ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാന് കുറെ ആലോചിച്ചു. അപ്പൊ അത് പറയാൻ തന്നെ വേണം. അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. അപ്പോ യഥാർത്ഥവും വസ്തുതയും എത്ര വലിയ കുഴപ്പത്തിലാണ്. മുസ്ലിം കേരളത്തെ ഷിർക്കിൽ മുക്കിക്കൊല്ലാൻ കരാറേറ്റ ഉമർ മൗലവി എന്ന വഹാബി നേതാവിന്റെ കൈക്രിയകൾ സമുദായത്തെ അലോസരപ്പെടുത്തിയ ഇന്നലകൾ ഓർമ്മയെടുക്കുന്ന നിമിഷങ്ങളായിരുന്നു മണ്ണാർക്കാടിന് പരിസരത്ത് ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാസ്റ്ററെ കാണാനും കത്തുകൊടുക്കാനും ചെന്ന ഞങ്ങൾക്കുണ്ടായത്. സ്വന്തം മക്കളെ ഡോക്ടറും ഉന്നതരുമാക്കി മാറ്റി അന്യന്റെ മക്കളെ പരീക്ഷണ വസ്തുവാക്കുന്ന ബഷീർ മാസ്റ്റർ സാമ്പ്രദായിക നന്മയുടെ വിമത ശബ്ദം തീർക്കുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വഴികളെ ഭ്രാന്തമെന്ന് വിളിക്കുമ്പോഴും അതിന്റെ ഉപജീവന മാർഗങ്ങൾ തന്നെയാണ് തന്റെ ജീവിതം നിയന്ത്രിക്കുന്നതെന്ന് അറിയാതെ പറയുന്നു. മാസ്റ്റർ തന്റെ വികലമായ വിദ്യാഭ്യാസ നയത്തിന്റെ ചേരുവകൾ വിശദീകരിക്കുമ്പോൾ ഏതു മനുഷ്യനും ചിരിച്ചു പോകും. മോഹങ്ങളും ചിന്തകളും അത്രയേറെ വികൃതമാണ്. വളർന്നിരുന്ന തലമുറക്കൊന്നും ഇത്തരം അറിവുകൾ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ആ തലമുറയിൽ തന്നെയാണല്ലോ നമ്മളുള്ളത്. അതിനേക്കാളേറെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ പ്രത്യേക വ്യത്യസ്തമായ ഈ ശൈലി, ഇതിൻ്റെ അടിത്തറ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതുണ്ടാക്കിയത് അതിൻ്റെ ടോട്ടൽ അറ്റ്മോസ്ഫിയർ തന്നെ ഒരുതരം ഈ കൊളോണിയൽ മൈൻഡ് സെറ്റിലുള്ളതാണ്. ആ അധിനിവേശത്തിൻ്റെ രാജാക്കന്മാരുടെ താല്പര്യത്തിനനുസൃതമായി കുറേ അനുസരണയുള്ള കുറച്ച് അടിമകൾ ഉണ്ടാക്കാനാണ് ഈ വിദ്യാഭ്യാസ രീതി. ജയിൽ പോലുള്ള ഒരു സാധനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് സ്കൂളുകൾ. സ്വപ്നം കാണൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. ഒക്കെ ഇതിന് കോളേജിലോ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു,
പിന്നെ വല്ല യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നതോടുകൂടി അവൻ പൂർണ്ണമായ ഒരു അടിമയാകും. മറ്റുള്ള അവൻ്റെ യജമാനൻ പറയുന്നത് റാൻ മൂളി അതനുസരിച്ച് ചെയ്യാനുള്ളതല്ലാതെ ഒരു ചുക്കും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ അനാശാസ്യം അത് ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ അനാശാസ്യമായ പ്രവണത കുട്ടികളിൽ ഉണ്ടാവാനുള്ള കാരണം അവരുടെ സർഗാത്മകതയും അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും കൂച്ചുവളം കിട്ടിയിട്ട് പിന്നെ ഇത് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴുള്ള അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ പൂർണ്ണമായും അടിമയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം ഇവരെ എന്താ വിളിക്കുക, വിഡ്ഢികൾ എന്നാണോ അതോ പിശാച്ചുകൾ എന്നാ എനിക്കറിയില്ല. ഒരു സ്വതന്ത്ര പൗരനെ വാർത്തെടുക്കാനായിട്ട് എന്താണ് കുട്ടിക്ക് സ്വാതന്ത്ര്യം? സ്കൂളിലാണ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്? ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സംവിധാനം മാസ്റ്റർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്വന്തം നേതൃത്വത്തിൽ ഒരു സ്കൂൾ അതുപോലുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ? അതിന് യാതൊരു സംശയമില്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആവുകയാണ്, എന്നെ അതിനെ അനുവദിക്കുകയാണെങ്കിൽ ആദ്യം ഈ സ്കൂളുകളൊക്കെ അടച്ചിടും. എന്നിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ അധ്യാപകന്റെ അടുത്തേക്ക് ഏതൊക്കെ കുട്ടികൾ പോകണോ അയാളുടേതായ ക്ലാസ്സുകൾ ഉണ്ടാക്കും. അവർക്ക് വേണ്ടത്ര ഇൻസെൻറ്റീവ്സ് കൊടുക്കും അധ്യാപകർക്ക്. അയാൾ എവിടെ വേണമെങ്കിലും സ്കൂൾ വെച്ചോട്ടെ, അയാളെ വീട്ടിൽ വെച്ചോട്ടെ, അവിടെ ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ സ്കൂളിൽ വേണമെങ്കിൽ വെച്ചോട്ടെ. വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കികൾക്ക് അതേപോലെ പൃഷ്ഠനക്കികൾക്കാണ് മാനേജർമാരായിരുന്നത്. അവർക്കായിരുന്നു ഇവിടെയുള്ള സ്കൂളും ഇതും കൊടുത്തത്. മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുചെത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദ്യപന്റെ അരുകുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നത് ഉമർ മൗലവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ തെങ്ങുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിൻ്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിൻ്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന്ന് 10 ലിറ്ററിൻ്റെ മേലെ ഇപ്പോൾ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഇത് കള്ള് ഷാപ്പിലൊക്കെ അവർ കൊള്ളണം. നമ്മളെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് 15 ലിറ്റർ കള്ള് കിട്ടും. 15 ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരൻ്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിൻ്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു, അവിടെ ഇതിൻ്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന്ന് 35 ലിറ്റർ കള്ള് ഇറക്കിയിരുന്നു. 35 ലിറ്റർ കള്ള് 30 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 1050 റുപ്യ ഒറ്റ തെങ്ങിന്ന് കിട്ടിയിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ അബ്കാരികൾ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിക്ക് ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മുലപ്പാലാണ്. ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന, താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് തെങ്ങിൻ്റെ കള്ളിന് മാത്രമല്ല. ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും ഈ തെങ്ങിൻ്റെ കള്ളിലുണ്ട്. കുട്ടികൾക്ക് വരെ നല്ല ഭക്ഷണമാണ്. ലോകം മുഴുക്കുള്ള ഏത് സ്ഥലത്തും ഈ സാധനം ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമായ എത്രയോ സാധനങ്ങളാക്കി എന്തിനാ വീട്ടുകാർക്ക് തന്നെ കുടിക്കുക? പൂർണ്ണമായ ഭക്ഷണമാണ്. ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാടീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പോൾ ഒരു ദിവസം ഇയാൾക്കാണെങ്കിൽ 2 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ് മറ്റേ ആൾക്കാണെങ്കിൽ ഒരു തെങ്ങ് ഇവർക്കാവും. വീട്ടില് നമ്മളൊക്കെ വീട്ടിൽ ചെത്തിയിരുന്നു. ചെത്തുകൾക്ക് മറ്റേ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷ കുടുംബം ഇതുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവപാഠം. അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. മലബാറിൽ മുഴുവൻ ബ്രിട്ടീഷ് രാജായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ രാജ്യമായിരുന്നല്ലോ മലബാർ. നേരെ മറിച്ച് മറ്റിടത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു? അപ്പൊ അത് പകുതി പേർക്ക് ഇപ്പൊ ആകെ എന്താ കൊടുക്കണ വെച്ചാൽ കേര കർഷകന് 100 രൂപ കൊടുക്കും ചെത്തുകാരൻ ഒരു മാസത്തില്.
ഇത്രയും തുക ഉണ്ടായിട്ട്, അതായത് ഒരു ദിവസം 5 ലിറ്റർ ആണെങ്കിൽ 30 ദിവസം കൊണ്ട് 150 ലിറ്റർ കള്ള്. 150 ലിറ്റർ, 150 ഇൻറ്റു 30, 1 ലിറ്ററിന് 30 രൂപ വെച്ചിട്ട് അവർ വിൽക്കുന്നത്. 4500 രൂപ അല്ലേ? 4500 തന്നെ അല്ലേ? 150, 1500, 4500 രൂപ അവന് കിട്ടുമ്പോൾ യഥാർത്ഥ ഉൽപാദകനായ കർഷകന് കൊടുക്കുന്നത് 100 രൂപ. അതിന് കാരണം ഇവിടെയുള്ള അബ്കാരി നിയമം. അബ്കാരി നിയമം, ആ നിയമം ഉണ്ടാക്കിയ ജനാധിപത്യം എന്ന് പറയുന്ന സർക്കാർ. അത് എന്ത് ജനാധിപത്യമാണ്? ഈ കർഷകന്റെ പിച്ചച്ചട്ടി എടുത്തിട്ട് അബ്കാരിക്ക് കൊടുക്കുന്നത് ഒരു ജനാധിപത്യമാണ്. ധാർമ്മിക ഇവിടെയുള്ള പൊള്ളയായ ധാർമ്മിക വിശ്വാസങ്ങൾ. ഉമർ മൗലവി നൽകിയ അറിവ് യുക്തിവാദത്തിൻ്റെതാണെങ്കിലും മകന് അത് പിടിച്ചില്ല. അല്പം കൂടി കടന്ന് സർവമത സത്യവാദവും സന്യാസവും ധ്യാനങ്ങളും പ്രകൃതിപാതയും ചേർന്ന് വഹാബിസത്തിന്റെ ഒരു ഉൽപ്പന്നമായി ബഷീർ മാസ്റ്റർ സുജീവനത്തിന്റെ സ്ഥാപകൻ രാമകൃഷ്ണ ആശ്രമത്തിലൂടെ ജീവിതത്തിന്റെ പുതിയ വഴി കണ്ടെത്തി. ഒരു പ്രത്യേക വ്യൂ ആണ് മാഷിനുണ്ടാവും. ഇതിനൊക്കെയുള്ള പ്രചോദനം എവിടുന്നായിരുന്നു? പ്രചോദനം അത് ആദ്യമായിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ആസ്മാരോഗിയായിരുന്നു അന്ന്, നല്ല ആസ്മാരോഗിയായിരുന്നു. അപ്പോൾ ഒരു ആക്സിഡൻ്റലായിട്ട് തന്നെ പറയാം, നമ്മൾ ശിവശൈലത്തെ രാമകൃഷ്ണനുണ്ട്, അവിടെ ഗുഡ് ലൈഫ് ആശ്രമം എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്, നൽവാഴ്വ് ആശ്രമം എന്ന് പറഞ്ഞ അവിടെ ചെന്നുപെട്ടു. അവിടെ പഴങ്ങൾ മാത്രം നിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം. പഴങ്ങൾ തിന്നാൽ രോഗങ്ങൾ ഉണ്ടാവില്ല, ഒബീസിറ്റി ഉണ്ടാവില്ല, അങ്ങനെ യാതൊരു ശരീരത്തിന്, അതായത് മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അത് ഇന്ന് മനുഷ്യന് അതിന് സാധ്യമല്ലാതായിരുന്നു. അവൻ സ്വന്തമായിട്ട് കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയതാണ്. നേരിട്ട് നമുക്ക് പ്രകൃതി ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമുക്ക് ആഹരിക്കാൻ പറ്റുക. പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് തകരാറായി പോകും, നശിച്ചു പോകും, അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതാണ് നമ്മുടെ രോഗത്തിന് കാരണം എന്ന് പറഞ്ഞ ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിനായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഞാനും കൂടി ഒരു പുസ്തകം എഴുതിണ്ടാക്കി. അങ്ങനെ മാത്രമല്ല, അപ്പോഴേക്കാണ് നമ്മളെ ഈ 1 straw revolution എന്ന് ഫുക്കുവോക്കയുടെ പുസ്തകം വന്നു. അതുവഴി അതായിരിക്കണം ഒരു പക്ഷെ ഒരു വൻ ടേണിംഗ് പോയിന്റ് ആയത്. അതില് അതായത് മനുഷ്യന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും, ഇവിടെയുള്ള സസ്യങ്ങളോ ജന്തുക്കളോ ഉള്ള എല്ലാ ജീവികൾക്കും അവയുടേതായ നിയതമായ ഒരു ഫങ്ഷൻ ഉണ്ടെന്നും, അതായത് സസ്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ജന്തുക്കളൊക്കെ. 89 ഞാൻ രാമകൃഷ്ണനെ കാണുന്നത്. രാമകൃഷ്ണനെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഒരു വലിയ പരിധി ആ രീതിയിൽ തന്നെയായിരുന്നു നമ്മളെ ചിന്തയും ജീവിതമൊക്കെ. ഈ രാമകൃഷ്ണ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശ്രമത്തിലെ, അതെ അതെ, നൽവാഴ്വ് ആശ്രമത്തിന്റെ സ്ഥാപകൻ. അതെ, ഇല്ലല്ല, 91 തന്നെ മരിച്ചിട്ടുണ്ട്. ഭൗതികമായ അടിത്തറ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഈ സിസ്റ്റത്തിന് അകത്തേക്ക് എന്തൊക്കെ കൊടുക്കുന്നത്? ഒന്ന് ശുദ്ധവായു, പിന്നെ ശുദ്ധജലം, പിന്നെ ഭക്ഷണം. ഇതിൽ ഭക്ഷണം മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മറ്റുള്ളതൊക്കെ ഏകദേശം പൊതുവാണ്. അതിൽ നമുക്ക് ഒരു പ്രത്യേക കൺട്രോൾ ഇല്ല. നേരെ മറിച്ച് ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാമെന്നും കഴിക്കാതിരിക്കാമെന്നും പറയാം. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ വല്ല പിടുത്തമുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ. ഒളിച്ചോടി ഇവിടെ എത്തി. അതും എറണാകുളം എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും പൊല്യൂട്ടഡ് ആണ്. ഈ എന്താ പറയുക, ആശയപരമായതും ആത്മീയപരമായതുമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഭൗതികമായ അടിത്തറ ശരിയാണെങ്കിൽ പിന്നെ തെറ്റാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഈ മനസ്സിന്റെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഈ ആത്മീയത ഇതിന്റെ ഈ ബേസിൽ കെട്ടിപ്പൊക്കിയ
വിധാനമാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയത പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ ഈ ശിവശൈല ഈ ആശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു യഥാർത്ഥ ബേസിൽ തന്നെ വന്നപ്പോൾ ആ ആത്മീയപരമായ ആ വിഷയത്തിലുള്ള മാഷ പുരോഗതി എന്തായിരുന്നു? പണ്ടൊന്നും എനിക്ക് എന്ത് ഒരു ജീവിയെ കൊല്ലാനൊന്നും ഒരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോ എനിക്കതൊന്നും കഴിയില്ല. നമ്മള് കഴിയുന്നതും ഇപ്പോ പാമ്പാണ്. ഇപ്പൊ ഇന്നലെ ഇതിന്റെ അടിയിൽ നിന്ന് ഒരു പാമ്പിനെ ഞാൻ രക്ഷിച്ചു ഈ ടാങ്കിൽ നിന്ന്. ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇപ്പോ ഈ ഇതിന്റെ ഓട്ടകളിൽ ഒരു നല്ല മൂർഖൻ കുട്ടി ഒന്ന് താമസിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. പക്ഷെ ഇവിടെ കുറെ കുട്ടികൾ വരും, യുവാക്കള്. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലിച്ചിട്ട് ഞാൻ അതിനെ കുറെ പറഞ്ഞ് അവിടെ ഒരു വടിമ പിടിച്ച് കൊണ്ടാക്കി. അപ്പൊ ഒരിക്കലും എന്നോടൊരു ഒറ്റ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എൻ്റെ നേരെ ഇങ്ങനെ പടം വിടർത്തി ആക്രമണ ശൈലിയിൽ നിന്നിട്ടില്ല. അത് സാധാരണ നമ്മളൊക്കെ പോയി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാഷോട് ഇങ്ങനെ ഉണ്ടാവുക? അത് ഞാൻ എൻ്റെ വൈബ്രേഷൻ അതിന് തോന്നി, അതിനും മനസ്സിലാവണോണ്ടായിരിക്കണം. ഞാൻ അതിനൊരു കൗതുകത്തോടുകൂടി നമ്മളൊരു കുട്ടിയെ പോലെയാണ് നമ്മൾ കാണുന്നുള്ളൂ, നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഭയമോ അല്ലെങ്കിൽ ഒരു വിരോധമോ അല്ലെങ്കിൽ അക്രമമോ ഇതോ ഇല്ല. അപ്പൊ നമ്മളെ ഈ വൈബ്രേഷൻ അതിന് കിട്ടിയിട്ടായിരിക്കാം. ഇപ്പോ മാഷ് ഇങ്ങനെ ഈ ആസ്തമരോഗത്തെ കുറിച്ച് പറഞ്ഞു. ഈ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു പുതിയ എന്താ, പക്ഷെ അതിനു മുമ്പ് മറ്റു ചികിത്സാ മുറകൾ ചെയ്തിരുന്നോ? എല്ലാം സാധ്യമായ എല്ലാം ചെയ്തു. എന്റെ ചെവി വരെ തുളച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു റിമോട്ട് അമ്പലമുണ്ട്, അവിടെ പോയി എന്റെ ചെവി തുളച്ചിരുന്നു. എന്നിട്ട് കുറെ മരുന്ന് കഴിച്ചു, എന്നിട്ട് അത് മാറിയില്ല. എനിക്ക് ശരിക്ക് അത് കേട്ടപ്പോ ഒരു രസം തോന്നുന്നുണ്ട്. നമ്മുടെ ചികിത്സയിലെ ഒരു വ്യത്യസ്ത മുഖമാണല്ലോ ഈ മഹാരാഷ്ട്രയിലെ അമ്പലം. അത് എവിടെയാണത്? ഇപ്പൊ എനിക്കത് ഓർമ്മ തന്നെയല്ലേ. അന്ന് അതല്ല, ഞാനും അധ്യാപകനായിരിക്കുമ്പോഴാണ്. ഈ മഹാരാഷ്ട്രയിൽ പറഞ്ഞല്ലോ, മഹാരാഷ്ട്ര ചികിത്സന്റെ രൂപം എന്തായിരുന്നു? അത് ഏത് വർഷം ഒരു രസമുള്ളൊരു ചികിത്സാ രൂപമാണ്. അത് അടിയന്തരത്തിന്റെ അടുത്ത കാലത്തായിരിക്കും. അപ്പോ എന്റെ ചെവി തുളച്ചിട്ട് പിന്നെ അതിലൂടെ ഒരു നൂലിട്ട് വരും, ആ ഓട്ട പോവാതിരിക്കാൻ. എന്നിട്ട് കുറെ മരുന്നും തരും ഈ ആസ്തമക്ക് വേണ്ടിയിട്ട്. അപ്പോ ഞാൻ എൻ്റെ അനിയൻ ഡോക്ടറാണ്, ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ താമസം. എന്നിട്ട് അന്നത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് എന്നിട്ട് എനിക്ക് ആസ്മ ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് ദേഷ്യം പിടിച്ച് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ഇത്. അല്ലെങ്കിൽ ഇവിടെ ഓട്ടം ഉണ്ടാവുമായിരുന്നു. ഞങ്ങളെ ഒന്നിച്ചാണ് താമസം. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് അന്ന് സാധ്യമായല്ല. എന്റെ പെങ്ങളൊക്കെ പോയിട്ടുണ്ട്, പെങ്ങൾക്കും ഉണ്ട് ആസ്മ, എനിക്ക് ശേഷം അവൾക്കും ഉണ്ടായിരുന്നു. അതേപോലെ എൻ്റെ ഉമ്മാക്കും ഉണ്ട്. 6 ദിവസം ഞാൻ ഉപവസിച്ചു. 48 മണിക്കൂർ ഉപവസിക്കാൻ പറഞ്ഞു അയാളിനോട്. അതിനെന്തുവാണെന്ന് വെച്ചാൽ ദൈവം പ്ലാൻ ചെയ്ത, ദൈവം എന്താ പറയാ സ്വരൂപിച്ച രീതിയിലുള്ള ഒരവസ്ഥ ആ ഓരോ പ്ലാന്റിനും ഉണ്ടാവണം. അതായത് അതിന് ഏറ്റവും വലിയ തെളിവാണ് കാട്. ആയിരിക്കേണ്ടിയിരുന്നു ഒരു ദിവസം ഉപയോഗിക്കുക. അത് നോൻപ് ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണിക്കൂറൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ 14 മണിക്കൂറേ നോമ്പുള്ളൂ എന്ന് പറയാം. ഇതല്ല 24 മണിക്കൂർ ഞാൻ ചെയ്യാന്ന് അപ്പൊ തന്നെ പറഞ്ഞു. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോ ആദ്യത്തെ 24 മണിക്കൂർ നല്ല പ്രയാസം തന്നെയായിരുന്നു. നമ്മൾ മാന്ത്രിക ചികിത്സ സൂചിപ്പിച്ചു. മാന്ത്രിക ചികിത്സന്റെ ഒരു അതിനോടുള്ള മാഷ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറുള്ളൂ എന്ന അവന്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു വിശ്വാസത്തിന് ഒരു കാരണം എന്നുള്ള നിലക്ക് അതാവാം, ഉറുക്കാവാം. ഉറുക്ക് പോലും ഒരു പരിധി വരെ മറ്റേതിനേക്കാളും നല്ല ചികിത്സയാണ് ഉറുക്ക് എഴുതല്. അതേപോലെ തന്നെ ആ മഷി കുടിക്കല്, അത് അങ്ങനെയുള്ള കുറെ പ്രാകൃതമായ കുറെ ഇതുണ്ടല്ലോ. ഈ ഒരുതരം എന്താ പറയാ മാന്ത്രിക ചികിത്സകൾ എന്ന് പറയുന്നത്. അതുവരെ ഇങ്ങനെയുള്ള രാശികമായ അട്രോസിറ്റീസ് ഇല്ല. പക്ഷെ അതുപോലും കമ്പാരിറ്റീവായിട്ട് ഇപ്പോഴുള്ള ആധുനിക ചികിത്സയെക്കാളും നല്ലതാണെന്ന് നമുക്ക് അഭിപ്രായമുള്ളൂ. അല്ല, നമുക്കതിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു
പിന്നെ ബീഹാർ സ്കൂൾ ഓഫ് യോഗ എന്ന് പറഞ്ഞാൽ ലോനാവാലയിലെ ഒരു സെന്റർ ഉണ്ട്. അവർ ഡിസൈൻ ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ധ്യാനം യോഗയാണ് പറഞ്ഞത്. അത് ഇപ്പൊ ബീഹാർ സ്കൂൾ ഓഫ് യോഗയുടെ ഒരു അംഗീകൃത 24ഓളം പോസ്റ്റേഴ്സ് ആണ്. നമ്മള് അതും ഇതൊക്കെ ഒരു മെന്റൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മന്ത്രചികിത്സ കൊണ്ടും ഒരു പക്ഷെ ആ മന്ത്രത്തിൽ വിശ്വാസമുള്ളവർക്ക് ഉണ്ടാവാം. അങ്ങനെ ഒരു മെന്റൽ ഓറിയന്റേഷൻ വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ ഉള്ള കാര്യം. ഈ ധ്യാനത്തിൽ എന്തൊക്കെയാ വരുന്നത്? ധ്യാനത്തിൽ അതായത് നമ്മളെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് സാധാരണ ഈ ഒരു സെൻ ടെക്നിക്കാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. അതായത് ഈ നമ്മൾ ശ്വാസത്തിലേക്ക് മറ്റുള്ളതെല്ലാം കഴിയുന്നത്ര ഈ ഒരു നോ മൈൻഡ് സ്റ്റേജിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. അതിനായിട്ട് നമ്മൾ വെറുതെ ഈ പ്രത്യേകിച്ച് ഈ ഇൻഹേൽ ചെയ്യുന്നതും എക്സൈൽ ചെയ്യുന്നതും മാത്രം ശ്രദ്ധിക്കുക. ഈ ശ്വാസം അകത്തേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. അതാണ് പരിപാടി. അപ്പോൾ അങ്ങനെ മനസ്സിനെ പരമാവധി ഈ അൾഫ റേസൊക്കെ പരമാവധി പിന്നെ പ്രവർത്തനം കുറയ്ക്കുക. ശാരീരിക സാധാരണ ഉണ്ടാകുന്ന ഈ മെറ്റബോളിക് ആക്ഷനിലൊക്കെ മാത്രം നിർത്തുക. ഈ മനസ്സ് ചിന്തിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന അത് ഊർജം കുറക്കുക. അങ്ങനെ മനസ്സിനെ ഒരു സാത്വിക് ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ വേഗത്തിൽ അസുഖം മാറുന്നത് കാണാം. ഇപ്പോൾ മാഷ് ധ്യാനം ഇതുപോലുള്ള എന്തെങ്കിലും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? കഴിയുന്നതും ഒരു തരം ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, നമ്മൾ അബ്ഡോമിനൽ ബ്രീത്ത്. അത് ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കാറുണ്ട് രാവിലെ. പുതിയ ചിന്താഗതിയായിട്ട് ഇറങ്ങുമ്പോൾ ബഷീർ മാസ്റ്റർക്ക് എന്ത് തോന്നുന്നു? ഒന്ന് തീർച്ചയായും മാഷിവിടെ പറഞ്ഞു, മനുഷ്യന്റെ ഈ ശാരീരികമായ പ്രകൃതികളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ശൈലി ബഷീർ മാഷിൽ കാണുന്നുണ്ട്. അതിൽ പറയാതെ തന്നെ കാണാം. ആ ഒരു ഇതിനെ കുറിച്ച് എന്ത് മാഷ് പറയുന്നു? യഥാർത്ഥത്തിൽ ഈ ഭൂമി മനുഷ്യന് ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടി ഒരു സ്വർഗമായിട്ടാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വർഗത്തിലേക്കാണ് മനുഷ്യനെ വിട്ടത്. നരകമാക്കിയത് പിശാചിന്റെ സഹായത്തോടു കൂടി മനുഷ്യനാണ്. മനുഷ്യനടക്കമുള്ള മറ്റു ജീവികളെ ജീവിതത്തിൽ ദുരിതത്തിലാക്കുകയും അവയെ നശിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ള പരിപാടി നടത്തും. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള മതങ്ങളിലൊക്കെ തന്നെ വളരെ വികലമാണ്. അത് ദൈവത്തിൽ നിന്നൊക്കെ വളരെ അകന്നിട്ടാണ്. അപ്പോ ഇത്തരമൊരു പ്രതിനിധാനം ചെയ്യുന്ന ശരിക്ക് മാഷ ഒരു മതം ഞാൻ തന്നെ ചുരുക്കി പറയാം. മതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മാഷ് കാണുന്നൊരു തത്വശാസ്ത്രം, മാഷ് ജീവിതത്തിൽ പഥ്യമായി കൊണ്ടു നടക്കുന്ന ഒരു മാനസികമായ അവസ്ഥ എന്താണ്? മനുഷ്യരെ ഒന്നായിട്ട് ഇരുത്തി ആട്ടും പാട്ടും കൂത്തും അതേപോലെ തന്നെ ധ്യാനവും യോഗയും ഇതൊക്കെ ചെയ്യുമ്പോൾ മെന്റലി ദേ വിൽ ബി ഓറിയന്റഡ്. മാലകളും മൗലിദുകളും പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദ് പുരോഹിതൻ ഉമർ മൗലവിയുടെ പുത്രന് പക്ഷേ ഉപനിഷത്തുക്കളും ശ്രീകൃഷ്ണ കഥകളും പഥ്യമാണ്. നമ്മളെ ഉപനിഷത്തുക്കൾ വരെ നേരെ മറിച്ച് അങ്ങനത്തെ ഒരു ഗ്രന്ഥോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് 1000 കൊല്ലം മുമ്പ് പോലും ഇംഗ്ലണ്ടിലല്ല യൂറോപ്പിൽ ഒന്നായിട്ട് കാണാൻ കഴിയില്ല. ശ്രീകൃഷ്ണന്റെ കണ്ണിൽ നോക്കിയപ്പോൾ യശോദക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ ഒരു വലിയ പ്രപഞ്ചം തന്നെ നമ്മളുടെ ഓരോ കൊതുകിലും മുള്ളിലും മുരിക്കിലും ഇലയിലും ഒക്കെ ഉണ്ട്. എന്ത് നോക്കിയാലും നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രഭാവം അതിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ തെളിഞ്ഞു കാണാം. അത് കാണുക, അങ്ങനെ നിങ്ങൾ സ്വാഭാവികമാവുക, ദൈവത്തിന്റെ മതത്തിലേക്ക് വരിക. ഇനി മാഷ് കുടുംബ പശ്ചാത്തലം നമ്മളിതുവരെ സംസാരിച്ചെങ്കിലും കുടുംബ പശ്ചാത്തലങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അവസാനമാവാന്ന് കരുതി ഭാര്യ മക്കള് അങ്ങനെയൊക്കെയുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനൊരു ശരിക്കും ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാണ്. എൻ്റെ വാപ്പ വലിയ മൗലവിയായിരുന്നു. കെ ഉമർ ഖുർആൻ ഭാഷ തർജ്ജമ ചെയ്ത ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു. അദ്ദേഹമായിരുന്നു. ഞങ്ങൾ വളരെ ഓർത്തഡോക്സ് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ വന്നതാണ്. ഞാനിങ്ങനെ ആയതിനു ശേഷമാണ് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായി.
ആഭിമുഖ്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരുന്നു. പിന്നെ ഞാൻ പ്രകൃതി ആയതിനു ശേഷമാണ് ഞങ്ങൾ തമ്മിൽ വളരെ ഒരു കോഡിലായിട്ടുള്ള ബന്ധം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കുറെ കാലമായിട്ടുള്ള പ്രമേഹമൊക്കെ മാറി അങ്ങനെ നല്ല ഒരു ചികിത്സ കൊണ്ട് തന്നെ ചികിത്സ അല്ലല്ലോ വെറുതെ ഞാൻ ആകെ ചെയ്ത ടെക്നിക്ക് എന്താ ഉപയോഗിച്ചു പറഞ്ഞാൽ ആകെ എന്താ ചെയ്ത് വെച്ചാൽ പനോട് നോമ്പ് കാലത്ത് ഈ നോമ്പിന് മാത്രം നിങ്ങൾ നബി കഴിക്കമാതിരി നബി നോമ്പ് പറ്റമാതിരി നോമ്പ് പറ്റാം നിങ്ങൾക്ക് പിന്നെ പ്രമേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് മൂപ്പർക്ക് കൊണ്ടു. അപ്പൊ അതെന്താ നബി ഒരു കാരക്കേ 2 കാരക്കേ തിന്നിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കുക, പിന്നെ അത്താഴത്തിന് വേണമെങ്കിൽ ഒരു പഴം, അതിൽ കൂടുതൽ കഴിക്കരുത്, കഴിയുമെങ്കിൽ പച്ചവെള്ളം കുടിക്കുക, അതിൽ കഴിക്കരുത്. പിന്നെ ഈ ഭയങ്കരമായ രീതിയിലുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതൊക്കെ ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കറിയോ എന്താ ഒരു നേരം കഴിക്കും ചെയ്താൽ മതി. കുറെ ചെയ്തപ്പോ മാറി. അപ്പൊ നമുക്കൊരു വിശ്വാസം. പിന്നീട് അദ്ദേഹം മരിക്കുന്നവരെ ഇപ്പോ 2000 അദ്ദേഹം മരിച്ചത്. 91 മറ്റോ അദ്ദേഹം ഞാനായിട്ടുള്ള ബന്ധം നന്നായിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം മരുന്ന് കഴിച്ചിട്ടില്ല, ഈ ഡയബറ്റീസിന് പ്രത്യേകിച്ച്. അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിലും തന്നെ ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഉമ്മയൊക്കെ തന്നെ ഉമ്മക്ക് ഇതുവരെ വേവിച്ചത് ഒഴിവാക്കാൻ വയ്യ, അന്നം തിന്നാതിരിക്കുക എന്നുള്ളത്. എന്നാലും വളരെ കൂടുതൽ ഭക്ഷണക്രമത്തിലൊക്കെ അവര് ജാഗ്രത പുലർത്തണം എന്ന ബോധം ഉണ്ടായിട്ട് പലർക്കും, എല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പൊ അലോപ്പതി ഡോക്ടർമാരായ എൻ്റെ അനിയന്മാർക്കൊന്നും അങ്ങനെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ടോട്ടൽ ഒരു ചേഞ്ച് കുടുംബത്തിനാകെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഇപ്പൊ ഞാൻ 89 അങ്ങനെ ആയത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പിതാവിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ അവർക്ക് തന്നെ അനുഭവം വന്നതോടെ നിങ്ങളെ ഈ രീതികളോട് ശരിക്കും കിട്ടിയിട്ടുണ്ട്. അതെ, ഒരു പരിധി വരെ മുഴുവൻ. ആദ്യം ചെറിയ ഇതുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രോഗചികിത്സകളും ഇതൊക്കെ വന്നതിന് ശേഷമുള്ള വ്യത്യാസത്തോടനുബന്ധിച്ച് തന്നെ നിങ്ങളെ നീക്കങ്ങളെ അംഗീകരിച്ചു വന്നു. അപ്പോ ഭാര്യയൊക്കെ വളരെ കൂടുതൽ, അവൾക്ക് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ വന്നപ്പോ അസുഖങ്ങളൊന്നുമില്ല. അസുഖങ്ങളൊക്കെ പൊട്ടിയൊലിച്ചും മുറിവുകളായിട്ടൊക്കെ വന്ന് പോവുക ചെയ്തത്. പിന്നീട് അവർക്ക് അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞു ഓർത്തഡോക്സ് മുസ്ലിം, അതൊരു നല്ല പ്രയോഗമാണ്. കാരണം ഒരു നല്ല അതായത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഇങ്ങനെ തിന്നാൻ പാടുള്ളൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ മുസ്ലിങ്ങൾ അത്ര തന്നെ സുപ്പീരിയോറിറ്റി ഇല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാണ്. സാധാരണയുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ ശരിക്ക് നിന്ന് പിതാവിന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ പുതിയ വഴികളിൽ ശരിക്ക് നല്ലൊരു വഴി തുറന്ന് കിട്ടിയത്. അങ്ങനെ ആയിരിക്കൂലേ? എന്തായാലും എനിക്ക് ആ പിതാവിന്റെ ആ രക്തം തന്നെയാണ് എന്റെ അടുത്തുള്ളത്. പിതാവിന് എന്തൊക്കെ ചെറുപ്പകാലം മുതൽ എന്തൊക്കെ വിപ്ലവകരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നോ അതേപോലെ ശരിയാണെന്ന്. അപ്പൊ അദ്ദേഹം വളരെ ഒരു സുന്നി കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വളർന്നത്. അദ്ദേഹത്തിന് അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് അതിന്റെ ഒരു മുൻനിരയിൽ തന്നെ ഇത് കൊള്ളാൻ കാരണം. നമ്മള് ഈ പത്രപ്രവർത്തനത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു അറിയപ്പെട്ടൊരു പത്രാധിപരായിട്ട് പോലും തിളങ്ങി. അതെ, അപ്പോ അതുകൊണ്ട് തന്നെ അതേ രക്തം എന്നിലുണ്ട്. എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റ് എന്ത് നഷ്ടം സഹിച്ചും അത് സ്വീകരിക്കാനും അത് നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു രക്തം എനിക്ക് എന്റെ പിതാവിന് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ തിരിച്ചറിവുകളെ നമ്മൾ മൂടി വെച്ചുകൊണ്ട് മറ്റാരും അറിയാതെ മൂടി വെക്കുക എന്നുള്ള പാരമ്പര്യം എന്റെ വാപ്പാക്കുമില്ല. ആ പാരമ്പര്യം പൂർണ്ണമായിട്ട് എനിക്കുണ്ട്. അതെ, ഞാൻ പറഞ്ഞു അതാണ്. കാരണം എന്നാല് അങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നുകൊണ്ട് സ്വതന്ത്രമായ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എളുപ്പ വഴി ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഞാൻ പറഞ്ഞത്. അത് എന്റെ പിതാവ് എനിക്ക് തന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, സംശയമൊന്നുമില്ല. കാരണം ഞാനായിരിക്കും പിതാവിന്റെ ഏറ്റവും പെറ്റായിട്ടുണ്ടായിരുന്ന മകൻ, മൂത്ത മകനായിരുന്നു.
പിന്നെ ചുരുങ്ങിയത് ഒരു 5 വയസ്സ് വരെ ഞാൻ പിതാവിന്റെ കൂടെ തന്നെ നടന്നിരുന്നു. എവിടെ പള്ളിക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ അതിന്റെ കൂടെ പോയിരുന്നു. ആദ്യത്തെ ആൺകുട്ടി ആയതുകൊണ്ട്. പിന്നെ 5-ാം വയസ്സിൽ തന്നെ എന്നെ അന്ന് ഇതായി സൗദി അറേബ്യയിൽ പഠിക്കുക. അപ്പൊ എന്നെ അവിടെ പഠിപ്പിക്കുന്ന വിചാരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറെ ശ്രമം നടത്തി. ഞാനൊരു 4 മാസത്തോളം അന്ന് ബോംബെ പോയി താമസിച്ചിട്ടു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് വിസ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ വലിയ ലോഹക്കെട്ടിട്ട് എന്തെങ്കിലും ആകുന്നു. ഉമർ മൗലവി സുന്നികളെ കാഫിർ വിളിച്ചതിന്റെ പരിണിതി താൻ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്ന് മകൻ ബഷീർ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വികാരത്തിന്റെ പോയി. വാപ്പ ഇങ്ങനെ കുറെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് കുറെ ഞങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൽസബിയിൽ എന്ന് പറഞ്ഞാൽ അത് 2ാമത് പുനഃപ്രസിദ്ധീകരിക്കാൻ, വാപ്പാക്ക് ശേഷം പ്രസിദ്ധീകരിക്കാൻ പരിപാടിയിട്ടു. ഇപ്പൊ എന്റെ വളരെയധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് വേണ്ട, അത് ഒരു പിന്നെ കൂടുതൽ വേണമെങ്കിൽ അതിന് എല്ലാ മതങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള സാഹോദര്യത്തോടു കൂടിയ ഒന്നല്ലാതെ ഇങ്ങനെയുള്ള ഒരു സെക്ടേറിയൻ പരിപാടി വേണ്ട, ശരിയാവില്ല. മുസ്ലിം ഇത് മാത്രമായിട്ട് അതെ, അങ്ങനെ ഒന്നും വേണ്ട എന്ന്. ഇപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി പോലുള്ള ഈ പൊതുവായ കാര്യത്തിനുള്ളതല്ലെങ്കിൽ അപ്പൊ അതിന് അവർക്കും താല്പര്യമുണ്ട്. അവര് പിന്നെ ഇപ്പാന്റെ അനുയായികൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറ്റില്ല. അപ്പൊ ഞാൻ മാത്രമേ അതിന് എന്റെ ഉപ്പാന്റെ മക്കളിലൊക്കെ എല്ലാരും കൂടിയിട്ട് ഞാൻ മാത്രമാണ് അത് കണിശമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരനിയുണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞാൽ, അവനത് താല്പര്യമായിരുന്നു. അവൻ അതിന്റെ 10 പേരും ഒക്കെ ആയിട്ട് അത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ മുമ്പ് തന്നെ വേണ്ടത്ര ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നു നമ്മള് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട്. അപ്പൊ ഉപ്പാന്റെ മകനായ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഉപ്പാനെ പിന്നെയും ബ്ലെയിം ചെയ്യും. ഇപ്പൊ മരിച്ച ഒരാളെ ഈ കബറുമാതുന്ന പരിപാടി ഇപ്പോഴും നടത്താനുണ്ടായ കാരണം പൂർണ്ണമായിട്ടും അവരെ കുറ്റമല്ല. അപ്പൊ നമുക്ക് അവരോടും സാധാവുണ്ട്, എന്റെ ഉപ്പാനോടും സാധാവുണ്ട്. അപ്പൊ ഒരു അതിരി കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല. ഉപ്പാൻ എപ്പോഴും കുറ്റം എന്നെ. അതെ അതെ, ആ ആളുടെ മകൻ ഇങ്ങനെ, അയാളുടെ മകൻ ഇന്ന് പിന്നെ ഈ ഒരു രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഞാൻ ചോദിക്കാതെ പിതാവിന്റെ ഈ സംഘടന തത്വം പിന്നെ പൊതുവെ പറയപ്പെടുന്നത്, അതിന്റെ നേതാക്കളുടെ പ്രസംഗത്തിൽ കേൾക്കുന്നത് പുരോഗമനാത്മകം എന്നാണ്. അത് ഭാഷ ഇങ്ങനെ കാണുന്നത്. ഈ സ്വകാര്യ സ്വത്തിനെ അംഗീകരിച്ച മതത്തിനെ ഞാൻ ധിക്കരിക്കും. സ്വത്ത് പൂർണ്ണമായിട്ടും കൈയടക്കാനുള്ള അവകാശം കൊടുക്കുന്ന മതങ്ങളെ ഞാൻ നിഷേധിക്കും. ദിവ്യമായ രീതിയിൽ പരമാവധി എല്ലാ ജീവികളെയും ജീവിക്കാൻ അനുവദിക്കുന്ന, സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ച് അങ്ങനെ ആത്മീയമായി ഉയരാം. അതിന് നിങ്ങൾക്കൊരു ചവിട്ടുപടിയായിട്ട് ഏത് മതം, ഏത് വിശ്വാസവും നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഞാൻ അതിനെതിരല്ല. മാഷയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നുണ്ടോ? എന്ത് ഇതിലേതെങ്കിലും? ഞാനിങ്ങനെ തന്നെയാണ്. ഞാൻ ആത്മീയമായിട്ട് പരമാവധി മറ്റുള്ള എല്ലാ ജീവികളും ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ പരമാവധി കൂടുതൽ ദിവ്യമായ ഒരു അനുഭൂതിയാണ് എനിക്ക് കിട്ടുന്നത് ഈ രൂപത്തിൽ. ഇങ്ങനെ വിവരം എടുത്ത് പറയുന്നുണ്ടല്ലോ. അല്ല, അതിൽ എനിക്ക് താല്പര്യമില്ല. വ്യത്യസ്തമായ അതൊക്കെ ഇവിടെ വെറുതെ ഈ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും അത് നിലനിർത്താനും, ഇപ്പൊ ഉദാഹരണമായിട്ട് ലാഭം, പലിശ, പിന്നെ എന്താ പറയാ കമ്മീഷൻ, ഇങ്ങനെ അധ്വാനിക്കാതെ തിന്നാൻ വേണ്ടി ചില ആൾക്കാർ നിലനിർത്തുന്ന ഇതാണ് പലപ്പോഴും മതങ്ങൾ. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല. അതേപോലെ തന്നെ ഈ ഭൂമി, ഇവിടെയുള്ള വിഭവങ്ങൾ, ഇവിടെയുള്ള റിസോഴ്സസ്, അത് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അവസാനത്തിന് പുല്ലിനും പുൽച്ചാടിക്കും ഉറുമ്പിനും പിന്നെ ഒക്കെ ഉള്ളതാണ്. അതിങ്ങനെ ഇവിടെ കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഈ ആധാരം എഴുതിയിട്ട് സ്വന്തമാക്കാനുള്ളതല്ല. അതിനെ മതങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്നില്ല. സുന്നി സമൂഹത്തോട് ഉമർ മൗലവി ചെയ്ത പാതകങ്ങൾക്ക് പുത്രനായ ബഷീർ മാസ്റ്റർ മാപ്പു പറയുന്നുണ്ടോ എന്ന് ചോദിച്ച് മാർപ്പാപ്പയെ ഞങ്ങൾ ഉദാഹരിച്ചു.
പക്ഷേ പിതാവിന്റെ വഴി സ്വീകരിച്ച മകൻ മാർപ്പാപ്പയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു സംഭാഷണത്തിലൂടെ നടത്തിയത്. പിന്നെ മാർപ്പാപ്പയെ നിങ്ങൾ കോട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ഈ കുറ്റസമ്മതം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ പല കാര്യങ്ങളും പിന്നെ റീഡു ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1452 മാർപ്പാപ്പ ഒരു തിട്ടൂരം ഇറക്കിയത്. അതായത് പിന്നെ അന്നത്തെ ഹെൻറി നാലാമൻ എന്ന പോർച്ചുഗീസ് പ്രിൻസിന് നിക്കോളസ് രണ്ടാമൻ എന്ന മാർപ്പാപ്പ കൊടുത്തൊരു തിട്ടൂരുണ്ട്. നീ ചെന്നുപെടുന്ന പ്രദേശങ്ങളിലെ ഭൂമിയും ജീവിത വിഭവങ്ങളും അവിശ്വാസികളും അന്ധവിശ്വാസികളും മുസ്ലിങ്ങളുമായ ജനതയുടെ ഭൂമി വിഭവങ്ങള് പിന്നെ സ്വത്തുക്കളും ഒക്കെ നിനക്ക് അവകാശപ്പെട്ടാണ്. പിന്നെ 2 തിട്ടൂരം കൂടി 54 വന്നു. 1454 വന്നു. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൈവശപ്പെടുത്തിയ ഭൂമിയിലെ ഭൂമിയിൽ എങ്ങനെ ചർച്ച നടത്തണം, ആ ചർച്ച എങ്ങനെയൊക്കെ കൊണ്ടു നടക്കണം, അതായത് ആ കൊള്ളമുതലിന്റെ പങ്ക് അവര് പിന്നെ ഉറപ്പിച്ചു. ഈ അവസാനത്തെ 2 തിട്ടൂരം. ഇതാണ് യഥാർത്ഥത്തില് പിന്നീടുണ്ടായിരുന്ന യൂറോപ്യൻ അധിനിവേശത്തിന് ഏതൊരു രാജ്യവും അങ്ങോട്ട് യാതൊരു രീതിയിലും പിന്നെ യാതൊരു മാനസികമായ ഒരു റിപ്പൻഡൻസും ഇല്ലാതെ അതിക്രൂരമായി അതിഭയാനകമായി അതിമൃഗീയമായി മറ്റ് ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെ നായാടി പിടിച്ച് കെട്ടിവരിഞ്ഞ് പിന്നെ അവരുടെ ഭൂമിയോ അല്ലെങ്കിൽ പിന്നെ മെസാക്കർ ചെയ്ത് ഒന്നായിട്ട് നശിപ്പിച്ച് കൊന്ന് ഒക്കെ ആ രാജ്യങ്ങളൊക്കെ കീഴടക്കാനുണ്ടായിരുന്ന അടിസ്ഥാനമായ തിട്ടൂരമാണിത് മാർപ്പാപ്പയുടെ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അതില് പിന്നെ ഈ മാർപ്പാപ്പയുടേതല്ല ഈ പ്രൊട്ടസ്റ്റൻസ് ബ്രിട്ടീഷുകാരൊന്നും. പക്ഷെ ഈ കാര്യത്തിൽ അവരും പിന്നെ മുസ്ലിങ്ങളും തന്നെ ആ കാര്യത്തിൽ മോശമായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അറിയാത്ത ജനതയുടെ അവരുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് കീഴടക്കി ആകെ പിന്നെ ഇതാക്കിയ ഒരു കഥയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ ഇതേപോലെ ഭീകരമായി കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും അതിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഉള്ള പിന്നെ ഈ പശ്ചിമഘട്ടത്തിനുള്ള ഈ കാപ്പിത്തോട്ടം ഉണ്ടാക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ അവർക്കൊരു മടി തന്നെ. നല്ല കാടൊക്കെ വെട്ടിക്കളഞ്ഞ് അതൊക്കെ നശിപ്പിക്കാൻ അതൊക്കെ ഒരു മാനസിക പ്രയാസം പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നേ ഇല്ല ഇങ്ങനെ നശിപ്പിക്കുന്നത്. അപ്പോ എനിക്ക് ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ മതത്തിന്റെയും അവരുടെ വിശ്വാസത്തിന്റെയും ആ സംസ്കാരത്തിന്റെയും ഭാഗമാണ് അധ്വാനിക്കാതെ തിന്നുന്നുള്ളത്, അതേപോലെ സ്വകാര്യ സ്വത്ത് എന്നുള്ളത്. ഈ സ്വകാര്യ സ്വത്തും അധ്വാനിക്കാതെ മറ്റുള്ളവരത് ചൂഷണം ചെയ്യുക എന്നുള്ളതിന്റെ അതായത് പിന്നെ ലാഭം, പിന്നെ കോഴ, പലിശ, ഇതൊക്കെ തന്നെ ആ സ്റ്റേജിലുള്ള അതിന്റെ ഭാഗമാണ് ഇന്നും നമ്മളെ വിദ്യാഭ്യാസത്തിൽ കാണുന്ന പിന്നെ കോഴ. മെഡിക്കൽ കോഴയൊക്കെ നമ്മളെ തുടക്കം 14-ാം നൂറ്റാണ്ടിലെ അതും തുടങ്ങി. അതായത് അധ്വാനിക്കാതെ നിങ്ങൾക്ക് വാങ്ങാൻ വേറെ ആളുകൾ, അതിൽ കുഴപ്പമില്ല. ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങൾ അവർ കടത്തി വെട്ടുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ ഈ വെസ്റ്റേണൈസ്ഡ് റിലീജിയൻ ആയിട്ടുള്ള മറ്റ് ഹിന്ദു സംഘടനകളും ഈ കാര്യത്തിൽ മോശമില്ലാത്ത രീതിയിൽ അവർ പിന്നിലുണ്ട്. ഇതിനൊക്കെ കാരണം അതാണ്. അത് ഇപ്പോ എന്തായാലും 1973 മറ്റോ ഈ തിട്ടൂരം നമ്മളെ ഇതിന്റെ മുമ്പുണ്ടായിരുന്ന ജോൺ പോൾ മാർപ്പാപ്പ പിൻവലിച്ചു. ഇത് പിൻവലിച്ചപ്പോ ആത്മാർത്ഥതയോട് കൂടിയായിരുന്നെങ്കിൽ നടക്കൂലെങ്കിലും അയാൾ പറയേണ്ടത് ഈ തിട്ടൂരം വഴി കവർന്നെടുത്ത സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കണം, അതിന് നമുക്ക് അവകാശമില്ല എന്നിവിടെ പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാത്തിടത്തോളം കാലം അത് ആത്മാർത്ഥതല്ലാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ, അങ്ങനെ ചെയ്തിരുന്ന കാര്യം നടക്കൂല, സമ്മതിച്ചു. പക്ഷേ അതോടുകൂടി ഈ കൊള്ളയടിക്കപ്പെട്ട രാജ്യങ്ങളില് അവരിപ്പോ മൂന്നാം ലോക രാജ്യങ്ങളെന്നോ അല്ലെങ്കിൽ പിന്നെ സെമി ഡെവലപ്ഡ് രാജ്യങ്ങളെന്നോ എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു അവകാശമെങ്കിലും ഉണ്ടായിരുന്നു മതപരമായിട്ടേക്ക്. അത് ചെയ്യാതെ അപ്പൊ ഇതൊക്കെ വെറുതെ ഈ ഓരോ കാലഘട്ടത്തില് വെള്ള പൂശാനായിട്ട് മാത്രം നടത്തുന്ന ചില കുംഭസാരങ്ങൾ മാത്രമാണ് ഈ ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ചോദിക്കുന്ന ഒരാളോട് അതിന് എനിക്ക് ഈ ഭൂമുഖത്ത് വളരെ ഇതായിട്ട് നമുക്ക് ഞാൻ കണ്ടെത്തിയ ഒരു വലിയ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന മാഷ്. മാഷിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എറണാകുളത്തെ പ്രകൃതി ഹോട്ടലിൽ വെച്ച്, അരുവി ഹോട്ടലിൽ വെച്ചാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഉമ്മർ മൗലവിയുടെ മകനാണെന്ന് പിന്നീട് അറിഞ്ഞിട്ടാണ് ഞാൻ മാഷ് അദ്ദേഹമായിരുന്നു മനസ്സിലായത്. അപ്പോൾ ഉമ്മർ മൗലവിയായിട്ട് എനിക്ക് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു. ഞാൻ തീരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉമ്മർ മൗലവി, ഞാനന്ന് മുജാഹിദിൻ്റെ ഈ മദ്രസയിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഉമ്മർ മൗലവിയായിട്ട് പരിചയപ്പെടുകയും കലോത്സവത്തിൽ പങ്കെടുത്ത് എനിക്ക് കുറേയധികം പ്രൈസൊക്കെ കിട്ടിയപ്പോൾ ഉമ്മർ മൗലവി എന്നെ ആശ്ലേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് കുറച്ച് ദിവസം അവധിക്കാലത്ത് താമസിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഈ എറണാകുളത്ത് പുല്ലേപ്പടിയിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ കഴിയുകയും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഉമ്മർ മൗലവിയുടെ മകനാണല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് മാഷിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ മാഷ് ഞാൻ അന്വേഷിക്കുന്ന വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും അങ്ങനെ വരുതൊന്നുമല്ല, ഞാൻ ചെറിയ മനുഷ്യനെ അല്ല അങ്ങനെ അതും. അപ്പൊ മാഷിനെ എന്നിലേക്ക്, ഞാനും മാഷും തമ്മിൽ അടുക്കാനുള്ള പ്രചോദനവും ഉമ്മർ മൗലവിയാണ്. അങ്ങനെ ഒരു ഇതുകൂടെ ഉണ്ട്. ഉമ്മർ മൗലവിയുടെ ആശയങ്ങളെക്കാളും എനിക്ക് യോജിക്കാൻ കഴിയുന്നത് മാഷിന്റെ ആശയങ്ങളോടാണ്. ഉമ്മർ മൗലവി പ്രവർത്തിച്ച സംഘടനയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്നില്ല. എനിക്ക് ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്നതിനോട് താല്പര്യമില്ല. പിന്നെ സംഘടനകള് എന്ത് നല്ല കാര്യം ചെയ്താലും ഞാൻ അതിനോട് സഹകരിക്കും. അതിനിടയിൽ ഒരു പരിചയപ്പെടുത്തിയ ആളെ പേര് പറഞ്ഞില്ല, തൃശ്ശൂരുള്ള. അത് പറഞ്ഞപ്പോ എനിക്ക് ഓർത്തു, മാഷ് മകന്റെ പേര് ഞാൻ ഇവിടെ നിന്ന് കേട്ടോ. ഒരു രസമുള്ളൊരു പേരുകളൊക്കെയാണ് മാഷ് സംവിധാനിച്ചത്. ഭാര്യയുടെ പിന്നെ മാഷ് കല്യാണിക്കുന്നതിനുള്ള പേരായിരിക്കും, പക്ഷെ മക്കളെ പേര് പറഞ്ഞില്ല. എനിക്ക് രസം തോന്നിയിരുന്നു പേര് കേട്ടപ്പോ. എന്തൊക്കെയാണ് മക്കൾ? മൂത്താള് ബിസ്മിൽ എന്നാണ്, രാംപ്രസാദ് ബിസ്മിൽ എന്നാണ് പേര്. രാംപ്രസാദ്, അതായത് തൂക്കിക്കൊന്ന ഒരു സോഷ്യലിസ്റ്റിന്റെ പേരാ. ഇന്നും അവൻ തന്നെ പഠിത്തം പറഞ്ഞു എന്തിനാ ഈ പേരിട്ട്. അപ്പൊ അന്ന് നമ്മള് ഈ കക്കോരി ഗൂഢാലോചന കേസിൽ തൂക്കിക്കൊന്നതാണ്. അയാളായിരുന്നു, അയാളുടെ കവിതകൾ പിന്നെ അന്നത്തെ അവരുടെ ലീഡറായിരുന്നു. ലീഡറെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് അയാളുടെ ആവശ്യം. രണ്ടാമത്തെ പിന്നെ അമൽ എന്നാണ്, ഹാപ്പി അമൽ. ഹാപ്പി, അത് ഉദ്ദേശം ഒന്നുമില്ല, വെറുതെ അങ്ങനെ. അപ്പോഴേക്ക് ഞാൻ കുറച്ചും കൂടി ഒരു സെക്യുലർ ആയി വന്നിരുന്നു. പണ്ട് മതത്തിൽ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പിന്നീട് ഞാൻ കുറച്ചും കൂടി ഒരു മൈൽഡായി. പ്രകൃതി ആയപ്പോ പിന്നെ മതത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പിന്നെ അവസാനത്തെ മിനി, എന്തായാലും ഒരു സെക്യുലർ പേര് കാണുന്നുള്ള തോന്നലുണ്ടായിരുന്നു. മിനി പ്രകൃതിപരമായ പേരുകള് പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. ഹാപ്പി നമ്മൾ ഇംഗ്ലീഷിൽ ഹാപ്പി ആണല്ലോ. അതെ, അത് ഹാപ്പി എന്ന് വിളിച്ചു തന്നതാ. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെറുപ്പത്തില്. അപ്പൊ ഹാപ്പി 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 എന്ന് വിളിച്ച് പിന്നെ അത് പോയില്ല. പിന്നെ അമലിനായിരുന്നു പേരിട്ടത്. അപ്പൊ ഹാപ്പി അമലിനാക്കി. പിന്നെ അമൽ പേര് അത്ര അല്ലല്ല, അതിന് മുമ്പുള്ളതാണ്. ഈ ബന്ധം പേരില് ഉണ്ട്. മൂത്ത മോന്റെ പേര് എന്റെ വാപ്പ ഇട്ടതാണ്. കുറെ പേരുകൾ പറഞ്ഞു. അതില് ഗൈസ് എന്ന് പറയുന്ന ഒരു അറബി പദം, മഴ എന്നുള്ളത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പേര് മഴ. രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടപ്പം ഇങ്ങനെ പലരും, എൻ്റെ ബന്ധുക്കൾ തന്നെ ഇങ്ങനെ പല പേരുകളും പറഞ്ഞു. അവസാനം ഈ കൂടുതൽ അന്വേഷിക്കാതെ ഒരു പേര് വായിലപ്പോൾ തോന്നിയ അസിൻ എന്ന് പേരിട്ടു. മൂന്നാമത്തെ കുട്ടിക്ക് ഇപ്പം പൂർണ്ണമായിട്ടും വേദനയില്ലാതെയും ഒരു തരത്തിലുള്ള കൃത്രിമമായ ഇതും ഇല്ലാതെ പ്രസവിച്ച കുട്ടിക്ക് ആരോഗ്യമെന്ന് അർത്ഥം വരുന്ന അഫിയ
എന്ന് പേരിട്ടു. ഇപ്പൊ മൂത്ത മോൻ അവന്റെ പേര് മാറ്റിയിരിക്കുക, അവൻ തന്നെ. മൂത്ത മോൻ 5 വയസ്സേ ഉള്ളു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സൂര്യാജി വന്നിരുന്നു. സൂര്യാജി എന്ന് പറയുന്നത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തെ സ്വീകരിച്ച്, കണ്ണുകളിലൂടെ സ്വീകരിച്ച് ഊർജ്ജമാക്കി മാറ്റി രോഗങ്ങളെല്ലാം മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു തിയറി അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ വിജയമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞ് സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് സൂര്യപ്രകാശം എന്ന് പേരിട്ടാൽ മതി. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിൽ ഓരോരുത്തർ വന്നിട്ട് മോന്റെ പേരെന്താ, സൂര്യപ്രകാശ്. അവന്റെ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾ എന്തോ വളരെ നല്ലത്. നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസ രൂപത്തിൽ കുട്ടികൾക്ക് 5.5 വയസ്സിൽ അവന് സ്വയം അവനൊരു പേര് കണ്ടുപിടിച്ചില്ലേ, സൂര്യപ്രകാശ്. ഇപ്പൊ ഇന്നലെ എന്നെ വിളിച്ചിട്ട് സൂര്യപ്രകാശ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അയ്യോ അവൻ പേര് മാറ്റിയെന്നാവുന്നേ. പറഞ്ഞ മാറ്റിക്കോട്ടെ, ഇഷ്ടമുള്ള പേര് അവനിട്ടോട്ടെ. അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ അംഗീകരിക്കാം. ഏതായാലും മാഷിക്ക് പറ്റിയൊരു ചേർച്ച, ഒരു യോജിപ്പ് ഉള്ളൊരു സൗഹൃദം തന്നെ മാഷിക്ക് കിട്ടിയെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞങ്ങൾ വരുമ്പോ ഹിലാലിനും സംഭവിച്ചെന്നിരിക്കും. അല്ല, ഹിലാൽ ഈ വിഷയത്തിൽ സംഭവിച്ചെന്നിരിക്കും. ഞാൻ പൂർണ്ണ ഉറപ്പ് പറയുന്നില്ല. ഗുരുവിനെ ഈ നിലയിൽ സ്വാധീനിക്കുമെന്നുള്ള എന്റെ ഗുരുതുല്യനാണ് ഇദ്ദേഹം, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരു ശിഷ്യന്മാരാണ്. നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ തെരുവ് തെണ്ടിയിൽ നിന്നും ഓരോ മനുഷ്യൻ എന്തെല്ലാം എത്രയോ പഠിക്കാനുണ്ട്. അത് തിരിച്ചു. ഇത് ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. EK ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന EK ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.